ശ്രീ VPP മുസ്തഫ, അങ്ങ് സ്ഥാനാർത്ഥി കൂടിയാണ്. എന്താണ് തൃക്കരിപ്പൂരിലെ അങ്ങയുടെ പ്രതീക്ഷ? തൃക്കരിപ്പൂർ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തയായ മണ്ഡലമായിട്ട് എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കാൻ വേണ്ടി കഴിയും. വലിയ നിലയിലുള്ള സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ആ നാട്ടുകാരൻ കൂടിയായതുകൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം ആ നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ നിലയിൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് ഈ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ഓരം തന്നെ ചേർന്ന് നിൽക്കും. അതിൽ വേറെ തർക്കമോ സംശയങ്ങളോ ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ശ്രീ VPP മുസ്തഫ, അപ്പുറത്ത് പ്രതിപക്ഷം പറയുന്ന ഒരു തരംഗമുണ്ടെന്നാണ്. ഒരു തരംഗം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള സീറ്റുകളും കാര്യങ്ങളിൽ അടിതെറ്റും എന്നുള്ള വിലയിരുത്തൽ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ മണ്ഡലത്തെ മാത്രമല്ല, ഇപ്പോൾ കണ്ണൂരിലെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പേരാവൂരിൻ്റെ കാര്യത്തിലും പറയുന്നു, പേരാവൂരിൽ KK ശൈലജ ജയിക്കും, 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നതാണ് കണക്ക്. അപ്പോൾ അങ്ങയുടെ കാര്യത്തിലും അങ്ങേക്കൊരു കണക്കുണ്ടോ? ഇത്ര വോട്ടിന് എന്നൊരു കണക്ക് അങ്ങേക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ? അല്ല, കണക്ക് പാർട്ടി ഘടകങ്ങൾ ശേഖരിക്കുന്നതാണ്, ഞാൻ വ്യക്തിപരമായിട്ട് ശേഖരിക്കുന്നതല്ലല്ലോ. അത് ആ തരത്തിൽ പാർട്ടി ശേഖരിച്ച് പരിശോധിക്കുമല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു സ്വാഭാവികമായിട്ട് പ്രവർത്തനം നടത്തിയിട്ടുള്ള പാർട്ടികൾ ചെയ്യുന്നൊരു കാര്യം. നേരത്തെ താങ്കൾ തന്നെ വിവിധ മുന്നണികളുടെ പാർട്ടികളുടെ അവലോകനത്തെക്കുറിച്ച് താങ്കൾക്ക് ലഭിച്ച സൂചനകൾ വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാനാണല്ല. ആ നിലയിലുള്ള കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ആ നിലയിൽ ഒരു മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തേണ്ട ഒന്നല്ല. നമ്മളതൊരു എത്രത്തോളം ഉണ്ടാകും എന്നുള്ളൊരു അസസ്മെൻ്റാണത്. അത് ആ നിലയിൽ എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. പക്ഷേ കേരളത്തിൽ ഒരു തരംഗമുണ്ട് എന്നൊക്കെ UDF വിലയിരുത്തുന്നു എന്ന് പറയുന്നത് അവരൊരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എത്തിയിട്ടില്ല. ചിലപ്പോൾ അവരുടെ കണക്ക്, താങ്കളുടെ ചോദ്യം അങ്ങനെ ആയിരുന്നല്ലോ, കണക്ക് പിഴക്കുമോ എന്നുള്ളതാണ്. അവരുടെ കണക്ക് ആ നിലയിൽ പിഴക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ നിങ്ങളുടെ പ്രതിനിധികൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ എത്രയോ സാധാരണ മനുഷ്യരോട് പോയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് നിലവിലുള്ള ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യർ ഈ ഗവൺമെൻറ് വല്ലാതെ മോശമാണ്, ആകെ അഴിമതിയാണ്, ഈ കേരളം ജീവിക്കാൻ പറ്റാത്ത ഒന്നാണ്, അങ്ങനെ ഒരു വല്ലാത്ത പ്രതികരണം ഈ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രീപോൾ സർവേകൾ ധാരാളം നടന്നല്ലോ. റിപ്പോർട്ടർ ചാനൽ വളരെ ജനകീയമായ പ്രീപോൾ സർവേ ഉൾപ്പെടെയാണ് നടത്തിയത്. അതിലെവിടെയും അങ്ങനെ ഒരു അതിശക്തമായ, ഇപ്പോൾ UDF വിലയിരുത്തുന്നത് പോലെയുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, ഒരു ആന്റി ഇൻകംബസിയുടെ ഒരു പ്രവണത നമുക്ക് ഒരു പ്രീപോൾ സർവേയിലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ജനങ്ങൾ തന്നെ വോട്ടിട്ട് അവർ തന്നെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയാണ്. പക്ഷേ നിങ്ങളുടെ തന്നെ കണക്കൂട്ടിൽ, ഞാൻ CPM-ൻ്റെ അല്ല, CPI-യുടെ കണക്കൂട്ടിൽ, CPI നടത്തിയിരിക്കുന്ന കണക്കെടുപ്പിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ സർവേയിൽ മുൻപന്തിയിലെത്തിയ ജനപ്രിയനായ മന്ത്രി എന്ന രീതിയിലെത്തിയിരിക്കുന്ന മന്ത്രി രാജന് ജയിക്കുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രി രാജന്റെ മണ്ഡലമില്ല. അത് പാർട്ടിയുടെ വിലയിരുത്തലാണ്, CPI-യുടെ വിലയിരുത്തലായിരുന്നു പുറത്തു വന്ന വാർത്തയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പലതും നമ്മൾ കരുതിയതുപോലെയല്ല, മാറി മറിയുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് ഈ CPI-യുടെ വിലയിരുത്തലിൻ്റെ യഥാർത്ഥ വസ്തുത എനിക്കറിയില്ല. താങ്കൾ സൂചിപ്പിക്കുന്ന മാധ്യമങ്ങൾ വന്നത് നേരത്തെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അങ്ങനെ ഏതെങ്കിലും മണ്ഡലത്തെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പൊതുവിൽ നടത്തിയ വിലയിരുത്തലും അതിൽ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസമാണ് CPI നിലവിലുള്ള എല്ലാ മണ്ഡലങ്ങളും നിലനിർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും മുഖവിലക്കെടുക്കാനാണ് LDF-ൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കുക, സ്വാഭാവികമായിട്ടും. പിന്നെ ഈ കണക്കെടുപ്പിൻ്റെ ഒരു പ്രശ്നം എന്താ? ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ കണക്കെടുക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൻ്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്ഥാനാർത്ഥി കൂടി ആയതുകൊണ്ട് എനിക്ക് അനുഭവമാണല്ലോ. കണക്കെടുക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ തരുന്ന കണക്ക് LDF-ന് ഉറപ്പായും ലഭിക്കുമെന്ന് അവർക്ക് ബോധ്യമുള്ള വോട്ടർമാരുടേതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ബൂത്ത് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ളതാണ്. ലീഗിൻ്റെ പ്രതിനിധി സ്ഥിരമായിട്ട് ജയിച്ചു വരുന്നൊരു പഞ്ചായത്ത് വാർഡാണ്. അവിടെ ആകെയുള്ള വോട്ടിൽ ഒരു 10% വോട്ട് പോലും ഞങ്ങൾക്കില്ല. 1100-ഓളം വോട്ടുണ്ട്. 100-ൽ താഴെയാണ് LDF-ൻ്റെ ഉറപ്പായ വോട്ട് ഞാൻ താമസിക്കുന്ന ബൂത്തിൽ. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ബൂത്ത് സെക്രട്ടറി ഇപ്പോൾ പാർട്ടി മണ്ഡലം കമ്മിറ്റിക്ക് നൽകുന്ന കണക്ക് ഈ 100 വോട്ടിൽ താഴെയുള്ള ഉറപ്പായ വോട്ടിൻ്റേത് മാത്രമാണ്. പക്ഷെ ഞാൻ സ്മൃതിയോട് ഉറപ്പായിട്ടും പറയുന്നു, ആ ബൂത്തിൽ ഇത്തവണ LDF-ൻ്റെ വോട്ട് ഞങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിൻ്റെ ഒരു 4 മടങ്ങെങ്കിലും വർദ്ധിക്കും. അത്ര, കാരണം ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ടും ആ നിലയിലുള്ള ഒരു സ്വീകാര്യത. എൻ്റെ കൂടെ വോട്ട് പിടിക്കാൻ തന്നെ വന്നത് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ വലിയ സജീവ പ്രവർത്തകരുള്ള ഒരു ബൂത്തല്ല.
പക്ഷേ എന്നോടൊപ്പം അവിടെ വീട് കയറാനും മറ്റുമൊക്കെ വന്നത് ലീഗിനോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. അവരത് കാണിച്ചത് ഞാൻ പറഞ്ഞില്ല, അവർ ലീഗായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഒല്ലൂർ മണ്ഡലത്തിൻ്റെ ശ്രീ കെ രാജൻ്റെ കാര്യം വരുന്നിടത്ത് ഈ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഉറപ്പായ LDF വോട്ടിൻ്റെ കാര്യമായിരിക്കാം CPIയുടെ സഖാക്കൾ എടുത്തിട്ടുള്ള കണക്കിലുള്ളത്. പക്ഷേ എണ്ണി വരുമ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ലഭിച്ച അംഗീകാരം, ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ, സ്വാഭാവികമായിട്ടും ഈ പാർട്ടി വോട്ടിന് അപ്പുറത്തുള്ള വോട്ടുകൾ ലഭിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചേർന്നത്. ഇപ്പോൾ നേരത്തെ താങ്കൾ ഉദുമ മണ്ഡലത്തെ പറഞ്ഞല്ലോ. ഉദുമ മണ്ഡലമൊന്നും LDFിൻ്റെ പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് ജയിച്ചു വരുന്നതല്ല. പൊളിറ്റിക്കൽ വോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ ഭൂരിപക്ഷമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ ഞങ്ങൾ ആ മണ്ഡലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 10-30 വർഷമായി, അതിനു മുമ്പേ 1980കളിലൊക്കെ സ്ഥിരമായിട്ട് കോൺഗ്രസ് ജയിച്ചു വരുന്നിരുന്ന ആ മണ്ഡലം 90കൾ തൊട്ട് ഞങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി കഴിയുന്നത് ഞങ്ങളുടെ MLA-മാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം. അവിടെ പൊതുവിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുപക്ഷം പുലർത്തുന്ന സമീപനങ്ങളോട് ആളുകൾക്കുള്ള ഒരു വിശ്വാസ്യത, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പുറമേക്ക് UDF എന്ന് കരുതുന്ന അനുഭാവികൾ പോലും, UDF അനുഭാവികൾ പോലും വോട്ടിങ്ങിൽ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തൃക്കരിപ്പൂരുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ട ഒരു കാര്യം നോക്കൂ, VP മുസ്തഫ, മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് UDFിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. BJP സന്ദീപിനെതിരെ വോട്ട് മറിച്ചിട്ടുണ്ട് എന്നൊരു മറുവാദം കൂടി കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് താങ്കൾക്ക് അനുകൂലമായി വന്നു എന്നാണോ കരുതേണ്ടത്? ഒന്ന് ഈ മണ്ഡലത്തിൽ അങ്ങനെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ആളുകൾ യാഥാർത്ഥ്യവുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാതെയാണ് ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത്. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ താമസിക്കുന്ന വാർഡ് 1100-ലധികം വോട്ടുണ്ട്. അതിൽ 55 വോട്ട് മാത്രമാണ് സ്മൃതി നോൺ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളത്. 55 വോട്ടേ ഉള്ളൂ നോൺ മുസ്ലിം, ബാക്കിയെല്ലാം. പക്ഷെ ആ ബൂത്തിലാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിരം പൊളിറ്റിക്കൽ വോട്ട് അത് 100-ൽ താഴെയാണ്. അതിൻ്റെ 4 മടങ്ങിൽ അധികം വോട്ട് ഇത്തവണ ഞങ്ങൾക്ക് ലഭിക്കും. ശരി. അപ്പോൾ അതുപോലെയാണ് ഈ മണ്ഡലത്തിൻ്റെ തീരദർശനമായ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈസ്റ്റേൺ ഏരിയ ആണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ഡോമിനേഷനുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്വാധീന കേന്ദ്രമാണ്. കോൺഗ്രസ് 3 ഗ്രൂപ്പായി പിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അവിടെ നേരത്തെ DDF എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിഭാഗം തന്നെ കോൺഗ്രസിനകത്ത് ഒരു കഴിഞ്ഞതിൻ്റെ മുന്നിലെ അവിടെ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായല്ലോ, കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടിട്ട്. ഈ DDF എന്ന് പറയുന്ന കോൺഗ്രസിലെ വിമത വിഭാഗം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എത്ര നടന്നിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ കാസർഗോട്ടെ താങ്കളുടെ റിപ്പോർട്ടറോട് അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അതാണ് മണ്ഡലങ്ങളുടെ അവസ്ഥ. അപ്പം എല്ലായിടത്തും അതാണ് സ്ഥിതി. നമ്മൾ ഈ പുറത്തിപ്പോൾ വരുന്ന ആഖ്യാനങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ അല്ല ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.